ഈ കടുവയൊക്കെ ഉണ്ടെന്ന് ഈ വൈകുന്നേരമൊക്കെ കയറി വരുന്നത് ഇതെവിടെ ഇരിക്കുന്നു നമുക്ക് പറയാൻ പറ്റുമോ? ചാടി വീഴുമ്പോൾ അല്ലേ വീഴും തരികയുള്ളൂ. ഒന്ന് കാര്യമായിട്ട് തന്നെ ഒരു മനുഷ്യൻ കേൾക്കാനില്ല, അടുത്ത് ആരുമില്ല. അവന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആന അവന്റെ അപ്പനെ അമ്മേനെ കൊല്ലണം, അല്ലെങ്കിൽ അവന്റെ കെട്ടിയോളെ മക്കളെ കൊന്നു നോക്കണം, അവന് വേദനിക്കുമെന്ന്, അവന്റെ മൃഗസ്നേഹം എവിടെ ചെല്ലുമെന്ന്. കത്തുമ്പോൾ അവന്റെ പിടിച്ച് അവന്റെ കഴുത്ത് കൊണ്ടുപോവുകയാണ്. നമ്മുടെ മക്കളെ അല്ലെ നമ്മുടെ സ്വന്തം അപ്പനെ അമ്മ അല്ലെ നമ്മുടെ ഭാര്യയെ കടുവായോ പന്നിയോ കൊല്ലുവാണെങ്കിൽ ആ വേദനിക്കുന്നത് നമ്മളെ വേദനിക്കുകയുള്ളൂ. ആ മൃഗസ്നേഹി ആകുമ്പോൾ അവൻ ഏസിക്കാതിരിക്കുകയുള്ളൂ. എന്തായാലും ശരിക്കും പല്ല് കോർത്ത് കിട്ടിയില്ല. കോർത്ത് കിട്ടിയാൽ കൊണ്ടുപോയത്. പിന്നെ ഇത് മൊത്തം കാടാണ്. എല്ലാവരും താഴോട്ട് പോയി, എല്ലാവരും ആദായം എടുക്കാൻ കയറി വരുന്നു. ആരും പറമ്പ് തെളിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് നമുക്ക് റബ്ബർ വെട്ടാനും ഒന്നും പോകാനും ഒരു നിവൃത്തിയില്ല. കടുവേന്റെ കരച്ചിലും ഇവിടം വരെ വന്നാ അടിച്ചു കഴിയുമ്പോൾ വിട്ടുപോകും. അതിനെ പേടിപ്പിക്കാനല്ലേ? അതിന് സംരക്ഷിക്കാൻ വേണ്ടി ഈ പണി എന്തെല്ലാം കഷ്ടപ്പാടല്ലേ. ഒന്നാമത് ഇതല്ലേ ഉള്ള ആള്, ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയും വലിയ ജീവിതം നമുക്ക് പേടിയാവും. പിന്നെ അതല്ല പട്ടിയുടെ കാര്യം പറയേണ്ട കാര്യം. മുറിവൊക്കെ ഉണങ്ങിയോ? മുറിവ് ഉണങ്ങി. മറ്റേ മോളത്തെ ഇവരുടെ പട്ടിനെ പിടിച്ച ആ സമയത്ത് ജോവലിന്റെ പട്ടിയെ പിടിച്ചില്ലേ? പിള്ളേരെ പേടിച്ചിട്ടാണ് താഴോട്ട് അവർ പോയത്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടാനൊക്കെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ടേ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ രണ്ടാംകടവ് അട്ടയോലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒരു 5-6 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ കണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കളിതട്ടുംപാറ എന്ന് പറയുന്ന ഒരു പ്രദേശം. ആ ഒരു എപ്പിസോഡ് ഒത്തിരി ആളുകൾ കണ്ടതാണ്. ആ സ്ഥലം നമ്മൾ കണ്ടപ്പോൾ നമുക്കറിയാം, ആ ഒരു വീട്ടിലെ പട്ടിയെ കടുവ ആക്രമിച്ചതും അതുപോലെ തന്നെ ആ പോകുന്ന പ്രദേശമൊക്കെ നമ്മൾ കണ്ടാണ്. വളരെ ഒരു ഭീകരാവസ്ഥയായിരുന്നു ആ പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രദേശത്താണ് ആ ഒരു കുടുംബം ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്. അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു മലയുണ്ട്. ആ മലയിലെ ഒരു പ്രദേശം, ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെയും ആ ഒരു വീഡിയോയിൽ കാണിച്ച അതേ വിഷയം അല്ലെങ്കിൽ അതേപോലത്തെ അതേ സമാന വിഷയം, അതേ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഈ ഒരു മലയിലും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്, അട്ടയോലി എന്ന് പറയുന്ന പ്രദേശത്തേക്ക്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട്, ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു പ്രയാസമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ തികഞ്ഞ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു കുറച്ച് കുടുംബങ്ങളെ കാണാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രമിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോട്ടിൽ നിന്ന് തിരിഞ്ഞ് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇനി നമ്മൾ അങ്ങോട്ട് അവരുടെ ആ ഒരു വീടിരിക്കുന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയാട്ടാ കാണിച്ചു തരുന്നത്. അങ്ങോട്ട് വഴിയില്ല ചേട്ടാ? വഴിയുണ്ട്, കുറച്ച് അപ്പുറത്തോടാണ്, 2 കിലോമീറ്റർ മാറിയിട്ടാണ് പോകേണ്ടത്. അവിടെ എന്നാലും വണ്ടി പോകാൻ വഴിയില്ല. ജീപ്പ് റോഡ്, ജീപ്പേ പോകുള്ളൂ. അതും പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. പക്ഷെ അല്ലാണ്ട് അവർക്ക് ഒരു വഴിയില്ല. അപ്പോൾ പഞ്ചായത്തിലോട്ട് അവരെ ഇത് കൊടുത്തിട്ടില്ല, കൺസെന്റ് കൊടുത്തിട്ടില്ല. അതെ, ഈ ചേട്ടനെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും. ജോബിൾ ചേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിലും നമ്മുടെ കൂടെ ആ കളിതട്ടുംപാറ പ്രദേശത്ത് ആ സ്ഥലം കാണിച്ചു തരാനും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കടുവ വന്നായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാർച്ച കേൾക്കായിരുന്നു, കടുവയുടെ കാർച്ച കേൾക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മരണം ഉണ്ടായിരുന്നു അവിടെ ഒരു. അങ്ങനെ ഒരു പകല് ഒരു ഉച്ചയായപ്പോഴത്തേനും അവിടെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് കാർച്ചെല്ലാം കേട്ടത്, നമ്മുടെ അടുത്ത പറമ്പിൽ നിന്ന്. പിന്നെ ഒരു വിവരമൊന്നും ഇല്ല. അപ്പോൾ ഒരു ഇതിന് കടുവയുടെ ഒരു ഇതൊന്നും കണ്ടില്ല. നമ്മുടെ പട്ടി ഉഷാറായി, പട്ടി നല്ല അടിപൊളിയായി. ട്രീറ്റ് ചെയ്തതിന് ഗുണമുണ്ടായി. അയ്യോ സത്യമായിട്ടും. അന്നത്തെ എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണട്ടെ. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ മോളിൽ കാണിച്ചു തരാം. അതിൽ കയറിയിട്ട് നിങ്ങളൊന്ന് ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും കേട്ടോ. മൊത്തം റബ്ബർ തോട്ടം അല്ലേ? റബ്ബർ തോട്ടമാണ്. ഇവിടുത്തെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ചിട്ട് ഇതാണ് അവസ്ഥ, ഈ ഇടക്കാട് അങ്ങ് നിർത്തും, ഫ്ലാറ്റ് അങ്ങ് തെളിക്കും, ഇതുപോലെ കാട് പിടിച്ചു കൊടുക്കും. വെട്ടാൻ നേരത്തെ ആ സ്ഥലം മാത്രം ഒഴിവാക്കിയിടും അല്ലേ? അതെ. അങ്ങനെ ആകുമ്പോൾ തന്നെ ഭയങ്കര കാടായിരിക്കും ഇട. അവർക്കല്ല പ്രശ്നം, സമീപ പ്രദേശത്തുള്ള വീട്ടുകാർക്കാണ് പ്രശ്നം. കടയിൽ പോകണോ? ഈ ചേട്ടനൊക്കെ മുകളിലുള്ള മുകളിൽ താമസക്കാരാ. ചേട്ടനൊക്കെ മുകളിലുള്ളതാണെന്ന് ചോദിച്ചാണ്.
ഇവരൊക്കെ അങ്ങ് മുകളിൽ താമസിക്കുന്നവരാണ്. റബ്ബർ തോട്ടത്തിൽ കൂടെ കയറി ഇതാ ഈ ഒരു റോട്ടിൽ വന്ന് കയറി ഇനി ഈ റോട്ടിൽ കൂടെയാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ ഷോർട്ട് വഴി പിടിച്ചാണ് ഇതിൽ പോവുകയാണെങ്കിൽ ജീപ്പിന് തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി ഉണ്ടല്ലോ, ഒരു 2 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് പോവുകയാണ്. റബ്ബർ തോട്ടം ആയതുകൊണ്ട് അധികം വെയിൽ കൊള്ളുന്നില്ല എന്ന് മാത്രം, പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല കയറ്റമാണ്. അപ്പോൾ ഈ റോട്ടിൽ കൂടെ ആ ആൾക്കാരൊക്കെ പോകുന്നത് എങ്ങനെയായിരിക്കും അല്ലേ ദിവസം? അതെ, ഇതിലാണ് കയറി ഇറങ്ങി പണിക്കും പിള്ളേരും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതെ, മുകളിലെല്ലാം താമസിക്കാറുണ്ടെന്ന് എല്ലാവരും വിറ്റ് താഴോട്ട് പോയി ഇറങ്ങുന്നത്. അവിടെ മൊത്തം എത്ര വീട്ടുകാരുണ്ട്? 4-5 വീട്ടുകാരുള്ളൂ. 5 വീട്ടുകാരില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഇത് ചെറിയ പൈസയ്ക്ക് എല്ലാവർക്കും സ്ഥലം വേണം. അതെ, അത് ഉപേക്ഷിച്ച് താഴെ പോയി ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് എടുക്കണമെങ്കിൽ ആവണ്ടേ? അതെ. ഇപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വിലയാണ്, നമ്മളിവിടെ കൊടുക്കുമ്പോൾ വിലയില്ല. പണ്ടുള്ള ആൾക്കാർ എടുക്കുന്ന മൊത്തം റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അതെ. നേരത്തെയൊക്കെ വെച്ചാൽ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപടി. അപ്പോൾ ഇവിടെ കൃഷി ചെയ്യാനും എല്ലാം എളുപ്പം. അങ്ങനെയാണ് സ്ഥലം നോക്കി മുകളിലോട്ട് എല്ലാവരും കയറിയത്. സൗകര്യത്തേക്കാൾ കൂടുതൽ പണിയെടുക്കാനുള്ള ഇത് നോക്കിയാണ് കയറിയത്. പക്ഷേ അവസാനമായപ്പോൾ ഇപ്പം സൗകര്യങ്ങൾ കൂടിയപ്പോൾ ആൾക്കാരെല്ലാം നമ്മൾ മലയ്ക്കെന്നുള്ള മൃഗങ്ങളുടെ ശല്യം എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പയ്യെ താഴോട്ട് ഇറങ്ങി കിട്ടിയ പൈസയ്ക്ക് വിറ്റ് ഇപ്പം തീരെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇപ്പോൾ ഇവിടെ കുടുങ്ങിപ്പോയതല്ലേ? അതെ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ചോര പിടിക്കുന്നത് റിയൽ എസ്റ്റേറ്റ്. അതെ. അങ്ങനെ നമ്മൾ ഏകദേശം ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ആളുകളുടെ പറമ്പൊക്കെയുള്ള പ്രദേശത്തേക്ക് എത്തിയപ്പോൾ പതുക്കെ കശുമാവൊക്കെ കണ്ടു തുടങ്ങി. നല്ല മുകളിലെത്തിയിട്ടോ, കുറേ ദൂരം നടക്കാനുണ്ട്. വല്ലാത്തൊരു സ്ഥലം തന്നെ. ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകളെ സമ്മതിക്കണം, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ എങ്ങനെ സ്കൂളിൽ പോകുന്നു ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിയിട്ടോ. ഇവിടെ ഒരു വീട് കാണാം. ഇവിടെ മുകളിൽ നമുക്കിവിടെ പഴയൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു വീട് കാണാം. അതൊക്കെ ഉപേക്ഷിച്ച ആളുകൾ പോയതാണ്. ഇതുപോലത്തെ നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെയുള്ള ആദ്യത്തെ ഒരു വീട്ടിലേക്ക് നിന്ന് ചെന്ന് നോക്കാം, അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. വഴിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വണ്ടി പോലും കയറുന്നില്ല. ശരിക്കും ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റാണ്, മുകളിലോട്ട് ഫോറസ്റ്റാണ്. അങ്ങോട്ട് ആനയൊക്കെ ഇറങ്ങുന്നുണ്ടോ? ആന വരുന്നുണ്ട് അല്ലേ? ആന ഇറങ്ങി എല്ലാത്തിപ്പോൾ എവിടെയാണ് ഉള്ളത് അല്ലേ? എല്ലായിടത്തും ആന ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുടെ ആ വീടിൻ്റെ ഇല്ല, ചെറിയൊരു പമ്പിലൊന്ന് കാലം ചെറുതായിട്ട് ഇവിടെ ചെറുതായിട്ട് പമ്പിൽ കാലം മടങ്ങി. ഒന്നും പറ്റിയില്ല. അയ്യോ, ചേട്ടൻ ചോദിക്കാൻ പറ്റിയും ഇപ്പോൾ വേണ്ട. ഒരു വീട് ഇതാണ് നമ്മുടെ ജോണിച്ചാറിൻ്റെ വീട്. എന്താണ് ഇവനല്ലേ പിടിച്ചത്? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോണിക്കുട്ടി. ഇവിടെ മുകളിൽ ഇപ്പോൾ എത്ര വീട്ടുകാരുണ്ട് ചേട്ടാ? ഇവിടെ ഇപ്പോൾ ഞാൻ 5 വീട്ടുകാർ. 5 വീട്ടുകാരല്ലേ? അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? സ്ഥിതി നമുക്ക് യാത്ര വളരെ വിഷമം. ഇത്രയും താഴേക്കല്ലേ? ഇത് 1 കിലോ താഴത്തെ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ഇവിടെ മൊത്തം 1 കിലോമീറ്ററാണ് ഈ റോഡ്. താഴത്തെ റോഡ്. റോഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി കിട്ടുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ സ്ഥലമാണ് ഇത്, താഴത്തൊക്കെ മുകളിൽ വരെ. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു 25 മീറ്റർ സ്ഥലമേ ഉള്ളൂ ഈ റോഡിൽ പെട്ടെന്ന്. 25 മീറ്റർ, അതിൽ കൂടുതലില്ല. ബാക്കി കൂടുതൽ ഒരാളുടെ സ്ഥലമാണ്. അയാൾ കൺസെൻറ്റ് തരുന്നില്ല പഞ്ചായത്തിലേക്ക് വഴിക്ക് വേണ്ടിയിട്ട്. ആ മനുഷ്യൻ്റെ റബ്ബറൊക്കെ പോകുന്നു പറഞ്ഞിട്ടാണ് ഈ റോഡിന് വീതി കൂട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ. റിയൽ എസ്റ്റേറ്റുകാരായിരിക്കും. അതൊക്കെ വലിയ ആൾക്കാരില്ലേ. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്? ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40 വർഷമായി. ആണല്ലേ? ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കൊരു വഴിയില്ലല്ലേ? വഴി എന്ന് പറഞ്ഞാൽ ആ പടി ചെറിയൊരു വഴി. ആണല്ലേ? യാത്രക്കളേശം വളരെ വിഷമം. ആണല്ലേ? ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ടായിരുന്നു ശരിക്കും? ഇവിടെ 7, 5, 12 വീടുണ്ടായിരുന്നു മുകളിൽ തന്നെ. അതിൽ 7 വീട്ടുകാരും പോയി. അതിൽ 2 പേരുടെ സ്ഥലമേ വിറ്റിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാ സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. താഴേക്ക് ഇറങ്ങിപ്പോയി. താഴോട്ട് ഇറങ്ങിപ്പോയി.
അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ബാക്കി ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളാണ് അവിടെ? സ്ഥലമല്ലാതെ അല്ല വഴിയല്ലാതെ വേറെ എന്തൊക്കെ? വഴിയല്ലാതെ ഇങ്ങനെ അവരുടെ പറമ്പെല്ലാം ഇവിടെ കിടക്കുന്നു. പറമ്പ് മൊത്തം അവരുടെ കാടും കയറി കിടക്കും. വെട്ടിത്തെളിക്കാതെ? അത് വെട്ടിത്തെളിക്കുന്നുമില്ല. ഓഹോ. ഇവിടെ ഉളിക്കലിലുള്ള കാരാമൽ എന്ന് പറഞ്ഞ ചാക്കോച്ചേട്ടന് അയാളുടെ സ്ഥലമുണ്ട് അവിടെ 22 ഏക്കർ. 22 ഏക്കർ. അത് പോർഷനോട് ചേർന്ന് തന്നെ. അതും കാട് പിടിച്ച് കിടക്കുക? അതും വലിയ കാട്. കാട്ടിൽ നിന്നുള്ള മൃഗങ്ങളെല്ലാം കൊണ്ട് പോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഈ പറമ്പിലേക്ക്, അവിടുന്ന് ഇറങ്ങുന്നത് നേരെ ഇങ്ങോട്ട് വരില്ല. ആന ഇങ്ങോട്ട് വരുന്നില്ല. 2 പറമ്പിന്റെ മുകളിൽ വരെ ആന വരുന്നുണ്ട്. കടുവായി, പന്നിയായി. കടുവ വരുന്നുണ്ടല്ലേ? കടുവ വന്നിട്ടാണല്ലേ അതിന്റെ പട്ടി അവിടുന്ന് ആ പേരുടെ അപ്പുറത്തൊന്നും പിടിക്കുന്നത്. ഈ പട്ടീനെയോ? ഇതിനാ പിടിച്ചതാ. ഇപ്പം ഈ കുറയ്ക്കുന്നോ? അതിനെ ഓടിച്ച് പട്ടി കരയുന്നതുകൊണ്ട് ഓടി എത്തിയാണ്. ഓടി എത്തി കഴിയുമ്പോഴത്തേക്കും എവിടുന്ന പിടിച്ചേ? അവിടുന്ന് ആ റബ്ബറിൽ നിന്ന്. അവിടുന്ന്? അതൊരു 8 മണിയാകുമ്പോൾ ഞാൻ അഴിച്ചു വിട്ടതാ രാത്രിയിൽ. അഴിച്ചു വിട്ടാണ് പട്ടി അങ്ങോട്ട് തൂറാൻ പോകുന്ന. അവിടുന്ന് ഒന്ന് കരഞ്ഞു കേട്ടു. പെട്ടെന്ന് ഞാൻ കെല്ലേറ്റുമായിട്ട് എടുത്തോണ്ട് ഓടി. അവിടെ എപ്പോഴത്തേക്കും കടുവ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഈ പയറുകൾ റബ്ബറിനകത്തെ വള്ളിയും കാടും കാരണം കാണത്തില്ലല്ലോ. പിന്നെ ഈ അയച്ചുകൊട്ടോ എൻ്റെ കാർച്ചയും കൂച്ചലും കേട്ടത് എന്തോ എങ്ങനെ ഇട്ടിട്ട് പോയി. കടുവന്ന് എങ്ങനെയാ ഉറപ്പിച്ചേ? കടുവ രാവിലെ അതിൻ്റെ കാൽപ്പാടെല്ലാം കണ്ടു. അവിടെ റബ്ബർ വെട്ടുകാർക്ക് ഈ നടയുണ്ട്, വെട്ടി മണ്ണ് ഇറങ്ങിപ്പോകാനുള്ളത്. മണ്ണിൽ നട വെട്ടിയിട്ടുണ്ട്. ആ മണ്ണത്തെ കാൽപ്പാടുണ്ട്. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു ചവിട്ടുപാട്. അത് കണ്ട കടുവ എന്നുള്ള ഉറപ്പാക്കിയത്. പട്ടി ഇവിടെ മുറിവ്, പിന്നെ ഇവിടെ ഒരു മുഴുത്ത മുറിവ്. എന്തായാലും അത് ശരിക്കും പല്ല് കോർത്ത് കിട്ടിയില്ല. കോർത്ത് കിട്ടിയാൽ കൊണ്ടുപോയത്. പിന്നെ എൻ്റെ ബഹളവും ഈ ലൈറ്റ് കോട്ടവും ഇതെല്ലാം കണ്ടുപിടിച്ചത് എങ്ങനെ പോയി. കൂട്ടിനുള്ളൊരു പട്ടിയല്ലേ? ആ പറഞ്ഞുള്ള ഒരു കൂട്ടുണ്ട്. വേറെ ഇപ്പം പുറത്തേക്ക് ഇറക്കാവോ? ഇറങ്ങോ? കടിക്കോ? കടിക്കൊന്നുമില്ല. മുറിവൊക്കെ ഉണങ്ങിയോ? മുറിവ് ഉണങ്ങി. മറ്റേ മുകളിലത്തെ ഇവരുടെ പട്ടീനെ പിടിച്ച ആ സമയത്ത് അത് ജോവലിന്റെ പട്ടിയെ പിടിച്ചില്ലേ? അതിന്റെ 2-3 ദിവസമേ ഉള്ളൂ കഴിഞ്ഞിട്ടല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ മറ്റേ പട്ടിയുടെ കഴുത്തെ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അതാ ഞാൻ അത് വീഡിയോ കാണിച്ചായിരുന്നു. പാടണ്ടല്ലേ? ഒന്ന് അല്ലേ മരുന്നൊക്കെ ചെയ്ത് ഉണങ്ങി. അതിപ്പോ തിരിയുന്നില്ല. ആണല്ലേ? വെളുപ്പിന് ഇപ്പം വിഷയൊന്നുമില്ല. ഇവന്റെ പേരെന്നാ? ഇവന്റെ ചിക്കു. കടുവാനെ നേരിട്ട് കണ്ട ടീം കേട്ടോ. അയ്യോ, ഇപ്പം പുറത്തേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും മാറുകയല്ല. എൻ്റെ കൂട്ടത്തിലുണ്ടാവും. അത്ര ധൈര്യം. പേടിച്ചു പോയി. ഒന്നാമത് ഇതല്ലേ ഉള്ള ആള്. ഇത്രയല്ലേ ഉള്ളൂ. ഇത്ര വലിയ ജീവിതം നമുക്ക് പേടിയാവും. പിന്നെ അതല്ല പട്ടിയുടെ കാര്യം പറയേണ്ട കാര്യം. ആ മാവിന്റെ കമ്പില്ലേ അവിടെ ഒന്ന് കൂടി. എന്നാ തേനീച്ചോ? തേനീച്ച. ഈ മനുഷ്യനെല്ലാം കുത്തിയൊക്കെ ചത്തു പോയല്ലേ. അതിന്റെ ആ കമ്പിലെ ഒന്ന് കൂടി. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇതിന്റെ അടിയിൽ ഈ തെങ്ങുമടലും മരക്കമ്പുകളെല്ലാം കൊണ്ടിട്ടുണ്ട്. തീ കിട്ടി പുകയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഒഴിവായി. അങ്ങനെ പോയത്. കഴിഞ്ഞ ആഴ്ചയിൽ രമണിയും ഇവിടുന്ന് പണിക്ക് പോയ 3 പെണ്ണുങ്ങൾ കുത്തി. ഒരാൾ വീണ് പോയി. രമണിക്ക് ഓടാൻ പറ്റിയില്ല. അടുത്ത് കുറേ പേര് അങ്ങനെ മരിച്ചല്ലോ. അപ്പം അറിഞ്ഞു കേട്ടു. സാധാരണ മുകളിൽ റബ്ബർ കിട്ടുന്നുണ്ടായിരുന്നു. പാലെടുക്കുമായിരുന്നു. എന്നെയും വിളിച്ചു. ഞാനും പോയി. മണ്ണ കുറച്ച് മണ്ണ ഉണ്ടായിരുന്നു ഇവിടെ. അതും എടുത്ത് ഈ ഓലയും എല്ലാമായിട്ട് ഓടിയെത്തി. തീയിട്ട് പോകത്ത് നോക്കുമ്പോൾ രമണി വീണ് കിടക്കുക. അതിനെ പൊതിഞ്ഞ് ഈച്ച. ഈ തീപ്പൊക്കം തീയായി കഴിയുമ്പോഴത്തേക്കും ഈച്ച ഒഴിവായി. കുറെ കുത്തി കിട്ടിയോ? പിന്നെ കൂത്തെന്ന് പറഞ്ഞു. ഈ മൊത്തം കുപ്പായം ഉണ്ടായിരുന്നു ഇവർക്ക് പണിക്കാരുണ്ട്. അത്രയും കിട്ടിയില്ല. എന്നിട്ടും അവിടെ നിന്ന് ഒരു ഞങ്ങൾ എടുത്ത് താഴെ ഇറക്കി അരങ്ങാറാനില്ലേ അവിടെ ജീപ്പ് വന്ന് ജീപ്പിനെ കൊണ്ടുപോയി അങ്ങ് ഇരുട്ടിലെത്തിച്ചു. ഒന്നും പറ്റിയില്ലോ അല്ലേ? ആൾ രക്ഷപ്പെട്ടു. മരിച്ചില്ല. ഓർത്ത് പോയില്ല. അങ്ങനെ പൊതിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അധികം കുത്തെന്ന് പറഞ്ഞാൽ കണ്ടവാനം കുത്തിയവരെ. എന്തോ ദൈവം എനിക്ക് അവരുടെ അവരുടെ ആരോഗ്യത്തിൻ്റെ കൂടുതലാണ്. അല്ല ആൾ പോയേനെ. അങ്ങനെ പാടാനി വേവിച്ചേരനെ അവർ 2 പേരും കൂടെ ആമ്പലത്തിന് അങ്ങാടിക്കോട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി. കുറേ പേർക്ക് കുത്തിയില്ലേ? അവർക്ക് 5 പേർക്കിട്ട്. 5 പേർ 2 പേർക്കാണ് കാര്യമായിട്ട് കിട്ടി. വൻതേനീച്ചല്ലേ അത്? പെരുന്തേനും ഞങ്ങൾ പറയും. വൻതേനീച്ച ഈ നീളമുണ്ടോ കുളവ് പോലുള്ള ഈച്ചയാണ്. ഈ മലക്കുള്ളവരെല്ലാം ജീവിക്കാൻ വേണ്ടി ഓരോരോ കഷ്ടപ്പാടുകൾ ജീവിക്കുന്ന സംഭവമാണ്. ഇത് രാത്രി ആയിക്കഴിഞ്ഞാണല്ലോ ഈ പാറയാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ ഈ ബാവലിൻ്റെ മോഡലാണ്. അതിന് അത് പറക്കും എന്ന് പറഞ്ഞാൽ പറക്കുമല്ല. അതിന് ഇവിടെ കൊണ്ട് ഈ തൊലിയ
അതിങ്ങനെ വീർത്ത് വീഴത്ത് ഒറ്റ പിടിയില്ല, അടുത്ത മരത്തെ പോയിരിക്കും. എന്നിട്ട് അത് ചാടി ചാടി മണ്ട കയറും. എന്നാ സാധനം? ഈ പാറയാൻ. പാറയാൻ? ആ, പാറയാന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ജീവി, കാട്ടിൽ പക്ഷിയാ? പക്ഷിയല്ലത്, അത് ഒരു മലയണ്ണാനില്ലേ, പറക്കുന്ന എണ്ണാനാണോ? ആ ആ, ഓ, അത് ഞങ്ങൾ പറയുന്നത് പറയാൻ. ആ, പറന്ന് ചാടുന്നത്. ആ, പറന്ന് കഴിഞ്ഞാൽ പറക്കുമല്ല, അതിങ്ങനെ ചറകടിക്കൊന്നുമില്ല. ഈ മനസ്സിലായി. ആ, അത് മരത്തിന്റെ ചോട്ട് വന്ന് പറ്റും. എന്നിട്ട് അവൻ ചാടി ചാടി മണ്ടത്, എന്നിട്ടാണ് ഈ തീറ്റ തിന്നുന്നത്. മലയെണ്ണാൻ പോരാഞ്ഞിട്ട് പുതിയ സാധനം ഇറങ്ങിയതല്ലേ? മലയണ്ണ വേറെ, അതിന്റെ ശല്യം സഹിക്കാൻ. അതൊരു അതൊരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും വരും ഈ മാങ്ങാതിനായിട്ട്. എന്താ ഇതാ പിടിച്ചിട്ട് അടിക്കും. ഓ, അടിച്ചു കഴിയുമ്പോഴത്തേക്കും വിട്ടുപോകും. അതിനെ പേടിപ്പിക്കാനല്ലേ? ആ, അതിന് സംരക്ഷിക്കാൻ വേണ്ടി ഈ പണി. എന്തെല്ലാം കഷ്ടപ്പാടാല്ലേ. ഇവിടെ ജനങ്ങൾ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കൃഷിയെ രക്ഷിക്കാൻ കപ്പ്യാറിന്റെ പണിയെടുക്കുന്ന. പിന്നെ ഇതൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് പരമാവധി നമ്മൾ ജീവിക്കുക. അതെ അതെ, ഏതായാലും നമുക്ക് വേറെ ഇവിടുന്ന് രക്ഷ ഇറങ്ങി പോകാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ പിന്നെ എന്തെങ്കിലും മേടിക്കണം, നമുക്ക് അതിനുള്ള വേറെ തൊഴിലെടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ വിദേശ പൈസ എടുക്കുന്നതിനനുസരിച്ച് പൈസ തരണം, അതുമില്ല. ഇതിപ്പോ പിന്നെ നമ്മളെ പറമ്പിനകത്ത് പറ്റുന്ന പരമാവധി പണിയെടുത്തു, അതിനുള്ള ആദായമൊക്കെ കിട്ടി. അതുകൊണ്ട് കുറേ അത്യാവശ്യം ജീവിക്കുന്നു. ഒരു മകനേ ഉള്ളൂ, അവന് 3 മക്കളുമുണ്ട്. ഇപ്പോൾ അവരെ 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്കും പഠിക്കാൻ പോകാണ്ട് ഇവിടുന്ന് രാവിലെ താഴോട്ട് പോവുകയും തിരിച്ച് വൈകുന്നേരം കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് പറ്റുന്ന കാര്യമല്ല. ഈ കയറ്റം ഞങ്ങൾ കയറിയിട്ട് നടന്നിട്ട് പറ്റുന്നില്ല. ദിവസം ദൂരാന്ന് പറഞ്ഞല്ലേ? അതേ പറഞ്ഞു. ഇപ്പൊ ഈ കടുവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ കയറി വരുന്നത്, ഇതെവിടെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ചാടി വീഴുമ്പോൾ അല്ലേ വീഴും തരികയുള്ളൂ. ഒന്ന് കാര്യമായപ്പോൾ തന്നെ ഒരു മനുഷ്യൻ കേൾക്കാനില്ല, അടുത്ത് ആരുമില്ല. അതുകൊണ്ട് വാണിപ്പാറ പോയി വാടകയ്ക്ക് താമസിക്കുക, സ്കൂളിൽ വിടാനുള്ള സൗകര്യം. കൊച്ചുങ്ങളെ പഠിക്കണ്ടേ? നമ്മളൊക്കെ പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയി, ഇനിയിപ്പം ഇവിടെ തന്നെ അടിയുക, അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും? വിറ്റേച്ച് പോകുന്ന പറഞ്ഞാൽ ആരും എടുക്കാനില്ല. ആ, എടുക്കണമെങ്കിൽ തന്നെ ഈ കാക്ക തന്നെ എടുക്കണം. ഈ ഉസ്മാൻ എന്ന് പറഞ്ഞ ആള് പുള്ളിയെ ബാക്കി സ്ഥലങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അതെ, അയാളെയാണ് ഈ 60 ഏക്കർ സ്ഥലമുണ്ട് അയാൾ ഒറ്റ എടുക്കുന്നത്. പാനൂരുള്ളതും പുള്ളിയുടെ അങ്ങനെ അത് വേറെ 150 ഏക്കർ, അത് വേറെയാ. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. ഇത് ഒരു വ്യക്തിയുടെ സ്ഥലമാണ് ഇത്. ആണല്ലേ? ഇയാളിത് മേടിച്ചെങ്കിലും ഉള്ളു. ഇത് പലരുടെ പേരിലാണ് ഈ സ്ഥലം ഉള്ളത്. അന്നെന്ന് പറഞ്ഞാൽ വേറെ 1,15,000 രൂപയ്ക്കാണ് നമ്മുടെ ഈ 7 ഏക്കർ സ്ഥലം ഞങ്ങൾ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചൻ കൊടുത്തത്. 3 ഏക്കർ എനിക്കും തന്നു. 3 ഏക്കറിന് വന്നപ്പോൾ ഞാൻ ഇതിനകത്ത് സ്വന്തമായിട്ട് ഞാനും ഭാര്യയും കൂടെ കൂടിയായിരുന്നു അധ്വാനിച്ച് പണിയൊക്കെ എടുത്ത് ഇങ്ങനെ ആദായമാക്കി. വേറെ കൃഷി നശിപ്പിക്കുന്ന അങ്ങനത്തെ വേറെ മുള്ളനും പന്നിയും. തേങ്ങ നമ്മൾ ടൈമിൽ ഇട്ടില്ലെങ്കിൽ ഒരു തേങ്ങ വീണാൽ അത് പന്നിയും കൊണ്ടുപോകും, മുള്ളനും കൊണ്ടുപോകില്ല. പിന്നെ അവർക്കും ഭക്ഷണം വേണ്ടേ? ഇങ്ങനെ തീറ്റ കിട്ടുന്നിടത്തല്ലേ വരുവുള്ളൂ. അല്ല, കുറെ അവരും തിന്നോട്ടെ, കുറെ അതിൽ ജീവിക്കണമല്ലോ. ഇങ്ങനെ പറയാൻ ഒരു നല്ല കർഷകന് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ പറയാം, മൃഗസ്നേഹികൾ ഇത് കേൾക്കണം. മൃഗസ്നേഹികൾ നേരെ തിരിച്ചോ ഏകപക്ഷീയമായിട്ട് പറയുള്ളൂ. അവരുടെ എന്ത് സ്നേഹം ഇരിക്കുന്നു, അവർ ബാക്കിയുള്ള ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള സ്നേഹം കാണിക്കുന്നു. അത് വെറുതെ തട്ടിപ്പാത്. എന്ത് മൃഗം, ഞാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ആന കൊല്ലോ, അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആന അവൻ്റെ അപ്പനെ അമ്മേനെ കൊല്ലണം, അല്ലെങ്കിൽ അവൻ്റെ കെട്ടിയോളെ മക്കളെ കൊന്നു നോക്കണം, അവന് വേദനിക്കുമെന്ന്. അവൻ്റെ മൃഗസ്നേഹം എവിടെ ചെല്ലുമെന്ന് കത്തുമ്പോൾ അവൻ്റെ പിടി അവൻ്റെ കഴുത്ത് കൊണ്ടുപോയില്ലേ. അറിയോ, നമ്മുടെ മക്കളെ അല്ലെ നമ്മുടെ സ്വന്തം അപ്പനെ അമ്മ അല്ലെ നമ്മുടെ ഭാര്യയെ കടുവായോ പന്നിയോ കൊല്ലുവാണെങ്കിൽ ആ വേദനിക്കുന്ന നമ്മളെ വേദനിക്കുകയുള്ളൂ. ആ മൃഗസ്നേഹി ആകുമ്പോൾ അവൻ ഏസിക്കാതിരിക്കുകയുള്ളൂ, അല്ലേ? അവൻ്റെ മൃഗസ്നേഹം സത്യം അവനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരണം നേരിട്ട്. ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ വിഷമം എന്നാന്നുള്ള അവനൊക്കെ തിരിയണം. ചില ആൾക്കാരൊക്കെ ഈ തെരുവ് നായ്ക്കളെയൊക്കെ കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ചുമ്മാ അങ്ങ് ഒരു വീട് എടുത്ത് അതിൻ്റെ അകത്ത് അങ്ങ് തുറന്ന് വിടുക, വളർത്തുക. കാരണം അവന് വീട്ടിൽ തീറ്റ കൊടുക്കാൻ കഴിയില്ല. അപ്പുറത്തെ വീട്ടുകാർക്കും ഇപ്പുറത്തെ വീട്ടുകാർക്കും ഒക്കെ പ്രശ്നം. അതെ, അവന് തീറ്റ കൊടുക്കാൻ കഴിയല്ല. അവൻ അന്യ സ്ഥലത്ത് കൊണ്ട് ടൗണിലേക്ക് കൊണ്ടുവിടും. നമ്മളാരും കാണുന്നുണ്ടോ? എന്നിട്ട് അതിനെ തൊടാൻ പറ്റിയല്ലോ. അത് ഇറങ്ങിയിട്ട് എത്രയോ പേരെ കടിച്ചതായിട്ട് നമ്മളറിയുന്നു. പേർക്ക് പേ പിടിച്ച് അതിന്റെ TV കാണുന്നു, പേപ്പർ കൊണ്ട് കാണുന്നു. അതെ, ജോണിച്ചേട്ടൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? തങ്കമ്മ. 2 പേരും കൂടെ ഇപ്പൊ ഒറ്റയ്ക്കായി പോയില്ലേ? ഒറ്റയ്ക്കായി പോയി.
ഞങ്ങൾ ചേട്ടൻ അതിന് എപ്പോഴും ഇവിടെ ഇരിക്കുകയില്ല. രാത്രിയായ താഴെ കടയിലേക്കൊക്കെ പോകും. പിന്നെ പോയിട്ട് ഞാൻ എല്ലാ ദിവസവും കടയിൽ പോകില്ല. എല്ലാ ദിവസവും പോകും. പിന്നെ ഇവര് ഈ വീട് അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും വാതിൽ അടിച്ച് അതിനകത്ത് ഇരിക്കും. പിന്നെ അവരും വേറെ ഫാമിലി അല്ലേ? അവര് വേറെ ഫാമിലി. പിന്നെ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഒരു വിഷമം. പിള്ളേരെ പേടിച്ചിട്ടാണ് താഴോട്ട് അവര് പോയത്. പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടാനൊക്കെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ടേ. പിന്നെ ഈയിടെയും കൂടെ വന്നായിരുന്നു കടുവ. ഒരു 5:30 ആയപ്പോ, ഒരു 3-4 ദിവസമായി. ഞാൻ ഒരു 5:30 ആയപ്പോ ഞാൻ മുറ്റത്ത് വെളുപ്പിന്, എന്നിട്ട് ഞാൻ ഓടി വന്ന് ചേട്ടനെ വിളിച്ചു. കണ്ടില്ല. പിന്നെ മുറിമി അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ ഉണ്ട് കാൽപ്പട. എന്നോട് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു വെറുതെയാണ്. ഞാൻ പറഞ്ഞു കുറച്ചു നേരം നിൽക്കണമെന്ന് പറഞ്ഞു, എന്നാലും അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചെറുതായിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ കരയുന്ന കേട്ടു. അപ്പോൾ ഓടി വന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അന്നേരം ലൈറ്റ് പോയിട്ട് അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു പടക്കമൊക്കെ എടുത്തുകൊണ്ട് പോയി അനക്കം കേട്ട് അങ്ങനെ പോയി. അന്നേരം പടക്കം ഇരിപ്പോ അതും പൊട്ടിച്ചു. എല്ലാം കൊണ്ടും ഒരു ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഒരു വിഷമം. നിങ്ങൾക്ക് ഇപ്പൊ പ്രായമായി വരുവാൻ കൂടെ അല്ലേ? ഇനിയിപ്പോ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ ചെയ്യുന്നില്ലേ? പിന്നെ ഇതുവരെ ഒരു അസുഖം അങ്ങനെ വന്നിട്ടില്ല. എന്നാലും മനുഷ്യന്റെ കാര്യമല്ലേ, കുറെ കൂടെ കഴിയുമ്പോ. അപ്പോൾ ചേട്ടൻ നമ്മളോട് പറഞ്ഞല്ലോ, ആ പിള്ളേരൊക്കെ ചേട്ടൻ്റെ കൊച്ചുമക്കളൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ കണ്ടോ വീണ്ടും മുറ്റത്ത് ഈ ഒരു ചാമ്പമരം കണ്ടാൽ മതി കേട്ടോ. അത് മനസ്സിലാക്കാനായിട്ട് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്നും ബാക്കി കാണില്ല. ഇപ്പോൾ എല്ലാം ഇതിങ്ങനെ പഴുത്ത് ചുമ്മാ താഴെ ചാടി ഇതുണ്ടോ നിലത്തോടെ കിടക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ നാട്ടുപ്രദേശത്തെ കാരണന്മാരുടെ അവസ്ഥ കേട്ടോ. ഇതിവരുടെ വീടിൻ്റെ പുറകുവശത്തോ കേട്ടോ. ഈ ഭാഗത്തു നിന്നൊക്കെയാണ് അന്ന് അവർ കടുവേനെയൊക്കെ കണ്ടതുണ്ടോ. ഇതൊക്കെ വിറകുവരെയാണ് അടുപ്പ് കത്തിക്കാനുള്ള. ഇവിടെ ഒന്നും ഗ്യാസോ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. എല്ലാം വിറകടുപ്പുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഉണ്ടോ അലക്കലുണ്ടോ. ഇത്രയും പ്രായമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാട്ടോ ജീവിക്കുന്നത്. ഇവിടെ നില കണ്ടത് ഈ ഭാഗത്ത് കേട്ടോ കടുവേനെ കണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ആ പട്ടീനെ കടുവ പിടിച്ചതും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മൾ അന്ന് അവിടെ നിന്ന് കാണിച്ചത്. ഇപ്പോൾ നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ മലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടുത്തെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു 4-5 വീട്ടുകാരുണ്ട് ഇവിടെ. ചിക്കോ ഒയ്യോ അതിനകത്ത് കയറി. നല്ല ചേച്ചി നമ്മൾ വന്ന പാടതെ നമുക്ക് കഴിക്കാൻ മാങ്ങയൊക്കെ ചെത്തിയേക്കും കേട്ടോ. സന്ധ്യക്ക് അയച്ചു വിട്ട് കഴിയുമ്പോൾ ഓടിപ്പോയി തൂറും. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എൻ്റെ അടുത്തൊന്ന് മാറിയല്ലേ. പേടിയായിക്കാണ് നീ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ വിഷമം അതിനറിയാം. അതുകൊണ്ട് പേടിയായിപ്പോയി. അതെ ഇതിനെ പിന്നെ ശരിക്കും കടിച്ച് മുറി കിട്ടിയില്ല. അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. അതുകൊണ്ട് രക്ഷപ്പെട്ടോ. നല്ല സൂപ്പർ മാങ്ങ കേട്ടോ. സംഭവം എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. താഴത്തെ ഒരു വീടുണ്ടായി, സത്യം എന്ന് പറഞ്ഞൊരു വീട്. അപ്പൊ അവിടെയാണ് ഒരു നമ്മുടെ വലിയ മെയിൻ റോഡ്. ആ റോഡിന്റെ അവിടെ നിന്ന് കടുവ ആ വീടിന്റെ അടുത്തോട്ട് വരുമ്പോഴാണ് അവിടെ ഈ സത്യം എന്ന് പറഞ്ഞ മകൻ തിണ്ണൽ എന്തോ പഠിക്കുക ഉണ്ടായിരുന്നു. അനക്കം കേട്ടോ അവള് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ കടുവ നിൽക്കുന്നു വീടിന്റെ തൊട്ട് മുകളിൽ. അപ്പൊ അന്ന് സത്യന് കുറെ ആടുണ്ട്. ആടിന്റെ മണം വെച്ചിട്ട് വന്നതാണല്ലേ. നേരിട്ട് കണ്ടാലേ? നേരിട്ട് കണ്ടോ. നമ്മളിനി ഇവിടെ ബാക്കി വേറെ കുറച്ച് വീട്ടുകാരും കൂടെ എടുക്കും. അവരെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോവാണ്. ഇതാണ് അടുത്ത 4-5 വീട് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ പറമ്പിന്റെ ആളൊക്കെ ഇട്ടേച്ച് പോയതാ. ഈ പറമ്പിന്റെ ആളെ താമസമില്ല, ഒരു ചണാറിലേക്ക് ഇറങ്ങിപ്പോയി പോയതാ. ഇതാ അവക്കുറിച്ച് എൻ്റെ വീട് ഒഴിഞ്ഞു പോയ വീടുകളല്ലേ. എത്ര വർഷം ഇവിടെ കിടന്നറിയോ. എത്ര നിങ്ങളുടെ അയലോക്കാരായിരുന്നു അല്ലേ? അയലോക്കാരായിരുന്നു. ഇവരൊക്കെ പോയതുകൊണ്ടാണ് നമുക്ക് ഒരു നഷ്ടമായത് അല്ലേ. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും ആരെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആരും ഇല്ലല്ലോ. ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാടി പോവുമായിരിക്കും. ഇത് നല്ല ഫ്രഷ് സാധനമല്ലേ.
നല്ല അടിപൊളി മാങ്ങ. അത് കടയിൽ പോയുള്ള നമ്മൾ മേടിക്കുന്ന വേറും വിഷമല്ലേ? വിഷമുള്ളതെല്ലാം ഇതെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒറിജിനൽ സാധനം. ഒരു നല്ല മാങ്ങ ഏതാന്ന് ഇപ്പം ആർക്കും അറിയത്തില്ല. ഇങ്ങനെ വരണം, ഇങ്ങനെ ഏതെങ്കിലും നാട്ടുമൃഗത്തേക്കൊക്കെ വരണം. അതെ. മൂന്നാം പാർട്ടെന്ന് പറയുമ്പോൾ ഈ 2 വീടേ ഞങ്ങൾക്ക് ഉള്ളൂ ഇവിടെ. ഒന്ന് ഞാനും ഒന്ന് സാധാരണനും. ഇനി ഈ റോഡിന് അപ്പുറത്തുള്ളത് 4-ാം വാർഡാണ്, അങ്ങാടിക്കുള വാർഡ്. 4-ാം വാർഡ്. ഇതാണ് പഞ്ചായത്ത് റോഡ് അല്ലേ? ഇതും കണക്കാല്ലേ? അതും കണക്കാ. അത് ഇത്രയും ഭാഗം തെളിഞ്ഞുള്ളൂ. താഴോട്ടൊക്കെ പേരും കാടാ. അല്ലേ? എൻ്റെ പേര് ഉഷ. പിന്നെ റോഡ് കണ്ടില്ലേ നിങ്ങൾ? കണ്ടു. ആ റോഡാണ് അവസ്ഥ. പിന്നെ ഇത് മൊത്തം കാടാണ്. എല്ലാവരും താഴോട്ട് പോയി, എല്ലാവരും ആദായം എടുക്കാൻ കയറി വരുന്നു. ആരും പറമ്പ് തെളിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് നമുക്ക് റബ്ബർ വെട്ടാനും ഒന്നും പോകാനും ഒരു നിവൃത്തിയില്ല. കടുവേന്റെ കരച്ചിലും ഇവിടം വരെ വന്നാ. എല്ലാ മൃഗങ്ങളും ഉണ്ട്, എല്ലാ കാട്ടുമൃഗങ്ങളും നമ്മുടെ ഇവിടെ ഇതിൽ ഇറങ്ങുന്നുണ്ട്. ആ പന്നിയെല്ലാം കുത്തിക്കളയുന്നു. ഒന്നും നട്ടാ കിട്ടൂല. ഒരു സാധനം അത് കാരണം നട്ട് നമുക്ക് തിന്നാൻ പറ്റൂല. എല്ലാം കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കണം. കാടെല്ലാവരോടും തെളിക്കാൻ പറയണം. മൊത്തം കാണാം എല്ലാവരുടെയും. ആ ഇവിടം തൊട്ട് കാരാമ ചാക്കോ ചേട്ടൻ്റെ സ്ഥലം ഇതാ ഇവിടുന്ന്. അത് 20 ഏക്കർ കണ്ട്. അയാൾ ഈ അണ്ടി പോലും പറക്കിയിട്ടില്ല കാടായിട്ട്. എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. നമ്മളിവിടെ ഇല്ലായിരുന്നു. അന്നേരം ആസ്പത്രി പോയപ്പോൾ നായി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. വെട്ടമൊന്നുമില്ലല്ലോ അന്നേരം. അപ്പം വന്ന് വലിച്ചിറക്കി തിന്നു. റോഡ് കണ്ടില്ലേ? നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ പുറത്തേക്ക് പോണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാന്ന് വാണി പറയുന്നത്. ആകെ ഒരു ജീപ്പേ ഉള്ളൂ. അത് 350 രൂപ കൂലി. ജീപ്പും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ അപ്പോൾ നമ്മൾ ആ ചേച്ചിയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അവരുടെ പട്ടീനെ ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ പല സമയത്തും കടുവയുടെ ഗർജനം കേൾക്കുന്നുണ്ടെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇവിടെ എല്ലാം താമസിക്കുന്നവരുടെ ഏരിയ ആണിത് ആണല്ലേ? ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നതൊക്കെ. അതെ. ഈ 1-2 അല്ലെങ്കിൽ 4-5 വീടുകൾ ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല പഞ്ചായത്തുകാർ വഴിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത. നമ്മളും മനുഷ്യരല്ലേ. എന്തെങ്കിലും ഒരു ആശുപത്രി ഒരു പ്രശ്നം വന്നു പെട്ടെന്ന് കൊണ്ടുപോകണം. വാണിപ്പാറ ജീപ്പ് ഇവിടെ വരണം. ജീപ്പ് ഇവിടെ വരണമെങ്കിൽ എങ്ങനെയായാലും 10-20 മിനിറ്റ് അല്ലേ? ഈ വഴിയെ കയറി വരണ്ടേ? 20 മിനിറ്റ് പോരാ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രസാദ്. അവസാനത്തെ വീടല്ലേ? ലാസ്റ്റ് വീട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൈവറ്റ് സ്ഥലം ഉണ്ട് അവിടെ അടുത്ത്. അതിപ്പോൾ കാട് പോലെ കാട് കിടക്കുക, വയക്കിയിട്ടേ ഇല്ല. എന്താ ഇവിടുത്തെ ഒരു സ്ഥിതി? ഏറ്റവും അവസാനത്തെ നിങ്ങളായിരിക്കും ഏറ്റവും നേരിടുന്നല്ലേ പ്രശ്നം? അതെ. ഇപ്പം 2 മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ അന്നേരം ആന എത്തും. പിന്നെ അപ്പുറം ഒരു സോളാർ വേലിയുണ്ട്. അത് ചാർജ് ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അവരതിൻ്റെ അടിക്കാട് വെട്ടുന്നില്ലാത്തതിൻ്റെ പേരിൽ അത് കറണ്ട് കൊടുത്തിട്ടേ ഇല്ല. ബാറ്ററിയും സോളാർ വേലി അവിടെ ഇരിപ്പുണ്ട്. ആന വന്ന് അത് കളഞ്ഞിട്ടുണ്ടോ? ആന വന്നിട്ട് അത് കാരണം അത് പൊളിച്ചാൽ കളഞ്ഞത്. കറണ്ട് ഇല്ല. അത് കാരണം പിന്നെ അത് കൂടെ തന്നെ വരും. എല്ലാം കൊണ്ടും ദുസ്സഹമല്ലേ? അത് കാരണം ജീവിക്കാൻ കഷ്ടപ്പാട്. പിന്നെ ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടേ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കാണാവുള്ളൂ. ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ്. ഒരു ആകാശ ദൃശ്യമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 സ്ഥലത്തിൻ്റെയും ഒരു കടപ്പുവശം. ആ ഒരു സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കടപ്പ് വശം. അതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു ക്വാറി നോക്കുകയാണ്. ഈ ഒരു ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പലരും എടുത്തു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇതുപോലെ ആളുകൾക്ക് താമസം ഇത്ര ബുദ്ധിമുട്ടാക്കി മാറ്റിയത്. അപ്പോൾ ആ ഒരു ക്വാറിയാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും താഴേക്ക് പോവുകയാണ്. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. അതായത് ഈ ചേട്ടൻ, ജോണി ചേട്ടൻ ഇത്രയും നേരം നമ്മളെ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ കൊണ്ടേ കാണിച്ചു. ചേട്ടൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ഏതായാലും ചേട്ടൻ നമുക്ക് ഒരു കവറ് നിറയെ മാങ്ങയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ നാട്ടിൻപുറത്ത് മാത്രം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. ഏതായാലും ഈ സ്ഥലത്തുനിന്ന് താഴേക്ക് ഇറങ്ങണം. ഇനി വീണ്ടും വന്ന് അത്രയും സ്ഥലവും നമ്മൾ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രദേശത്തെ അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടു. വലിയ കഷ്ടപ്പാടാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത്. നമ്മൾ ആ പോകുന്ന വഴിയും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വഴിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ഇതൊക്കെ തന്നെയാണ് അവർക്കും പറയാനുള്ളത്. വലിയ കഷ്ടപ്പാടിലാണ് ഈ പ്രദേശത്തുള്ള ഒരു 4-5 കുടുംബം ഉള്ളത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ കൊണ്ട് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളുടെ വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ ഈ ഒരു പ്രദേശത്തുള്ള
ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വന്നപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്